നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് കെമിക്കൽ ഡൈസ് യൂസ് ചെയ്ത് ഇവരിൽ അലർജിക് റിയാക്ഷൻസോ, മുഖത്ത് പലതരത്തിലുള്ള പാടുകൾ, നെറ്റിയിൽ, ചെവിയുടെ പുറകിൽ, കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ തന്നെ കറുത്ത കളറിലെ പാടുകൾ വരിക, പുരുഷന്മാരിലാണെങ്കിൽ മീശയുടെ ഭാഗത്ത് അമിതമായിട്ട് കറുപ്പ് വരികയോ തുമ്മലിൻ്റെ പ്രശ്നങ്ങളോ ഒക്കെ തന്നെ അമിതമായിട്ട് ഉണ്ടാവുക, സ്കിന്നിൽ പലതരത്തിലുള്ള ഡിസ്കളറേഷൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒന്നുകിൽ കെമിക്കൽ ഡൈസ് അമിതമായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള റിയാക്ഷൻസ് ആയിരിക്കാം. അതുപോലെ തന്നെയാണ് നമ്മുടെ മുടിയുടെ ആരോഗ്യം എന്ന് പറയുന്നത്. മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോവുകയും പൊട്ടിപ്പോവുകയും വളരെ കോമൺ ആയിട്ട് കെമിക്കൽ ഡൈസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട്. ഇതിന് പരിഹാരമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, കെമിക്കൽ ഡൈസ് യൂസ് ചെയ്തവരിൽ ഇത് നമുക്ക് എത്രത്തോളം റിസൾട്ട് ലഭിക്കും എന്നുള്ളത് ലൈവായിട്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്കത് കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതുമാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് മനസ്സിലാക്കാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് രണ്ട് വ്യത്യസ്ത രീതികളിലാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഒന്ന് നമുക്ക് ലോങ് ടേം ആയിട്ട് എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു രീതിയും, മറ്റൊന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മളിപ്പോൾ നാളെ നമ്മൾ ഹെയർ ഡൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ തലേ ദിവസം പ്രിപ്പയർ ചെയ്യേണ്ട ഒരു രീതിയും കൂടാണ് പരിചയപ്പെടുത്തുന്നത്. ഇതിന് നമ്മൾ ഹെയർ ഡൈ ചെയ്യുന്ന സമയത്ത് 2 ദിവസങ്ങളായിട്ടാണ് ചെയ്യുന്നത്. ഒരു ദിവസം ചില കൂട്ടുകളൊക്കെ മിക്സ് ചെയ്ത് അത് നമ്മുടെ ഹെയറിൽ തേച്ച് പിടിപ്പിച്ച് ഏകദേശം 2 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയണം. നന്നായി ഉണങ്ങി പിറ്റേ ദിവസം നമ്മൾ മറ്റൊരു കൂട്ടാണ് ഈ ഒരു ഹെയറിനകത്തേക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു ആദ്യത്തെ കൂട്ടിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്ന് പറയുന്നത്, ആദ്യം മൈലാഞ്ചിയാണ് ആവശ്യമായിട്ടുള്ളത്. മൈലാഞ്ചി നമ്മുടെ മുടിയുടെ അഴക് നിലനിർത്താൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നു. അതുപോലെ തന്നെ നമുക്ക് മുടിയിൽ എന്തെങ്കിലും തരത്തിലുള്ള അഴുക്കോ അല്ലെങ്കിൽ ഡാൻഡ്രഫിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ മാറ്റാൻ വേണ്ടും, സ്കിൻ ഇറിറ്റേഷൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടും, പ്രത്യേകിച്ച് നമ്മുടെ ശിരോചർമ്മങ്ങളിലുള്ള സ്കാൽപ്പിൻ്റെ ഇറിറ്റേഷൻസുകളൊക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടും ഏറെ ഗുണകരമാകുന്നതാണ്. രണ്ടാമതായിട്ട് വരുന്നത് ബീട്രൂട്ടിൻ്റെ പൊടിയാണ്. ബീട്രൂട്ട് പൊടി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഏറ്റവും ഗുണകരമായിട്ടുള്ളതാണ്. നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഏറ്റവും ഗുണകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. മൂന്നാമത്തെ ചേരുവ എന്ന് പറയുന്നത് നെല്ലിക്കയുടെ പൊടിയാണ്. നെല്ലിക്കപ്പൊടി എപ്പോഴും നമുക്ക് നരച്ച മുടിനെ റിവേഴ്സ് ആക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വിറ്റമിൻ സി കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതും അതുപോലെ ഹെയറിന് നമുക്കൊരു ശക്തി ലഭിക്കാൻ വേണ്ടിയൊക്കെ തന്നെ ഏറെ ഗുണകരമാകുന്നതാണ്. നെല്ലിക്കപ്പൊടി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടതാണ്. അടുത്തതായിട്ട് വരുന്നത് കരിഞ്ജീരകമാണ്. ആയുർവേദത്തിൽ തന്നെ നമ്മുടെ ഈ ഒരു മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടി ഏറ്റവും ഗുണകരമായിട്ട് തിരഞ്ഞെടുക്കുന്ന ചില ഔഷധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധമാണ് കരിഞ്ജീരകം എന്നുള്ളത്. അപ്പോൾ കരിഞ്ജീരകവും നമുക്ക് ഈ ഒരു കൂട്ടിനകത്തേക്ക് ചേർക്കാം. ഇനി അടുത്തതായിട്ട് വരുന്നത് കോഫി പൗഡറാണ്. കോഫി പൗഡർ നമ്മുടെ ഹെയറിനെ നാച്ചുറലായിട്ട് തന്നെ ബ്ലാക്ക് ആക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇവ എല്ലാം ആണ് നമ്മൾ ഈ ഒരു കൂട്ടിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആദ്യം ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെക്കുക. ഇതിനകത്തേക്ക് ഏകദേശം 1.25 ഗ്ലാസ് അളവായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിക്കാം. എന്നിട്ട് അത് തിളച്ച് വരുന്ന സമയത്തേക്ക് ചായപ്പൊടിയാണ് ഇതിനകത്തേക്ക് ഇടേണ്ടത്. 2 സ്പൂൺ അളവായിട്ടുള്ള ചായപ്പൊടി ഇടുക. നന്നായി തിളച്ച് വരിക. നേരത്തെ ബീട്രൂട്ടിൻ്റെ പൗഡർ ഇല്ലാത്തവരാണ്, ബീട്രൂട്ട് മാത്രമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഏകദേശം മീഡിയം സൈസ് ആയിട്ടുള്ള ഒരു ബീട്രൂട്ടിൻ്റെ പകുതി എടുത്ത് അത് നന്നായിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക, ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കുകയൊക്കെ ചെയ്യുക. ഈ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ബീട്രൂട്ട് കൂടിയിട്ട് ഇതിനകത്തേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് ആ ഒരു കളർ കറക്റ്റായിട്ടുള്ള രീതിയിൽ കിട്ടേണ്ടതാണ്. കുറച്ച് സമയം, ഒരു 5 മിനിറ്റ് എങ്കിലും നല്ല രീതിയിൽ തന്നെ നമ്മൾ തിളയ്ക്കാൻ വേണ്ടി വിടുക. നല്ല കളർ ആകുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇത് ഒരു ഇരുമ്പ് ചട്ടിയിലാണ് നമ്മൾ അരിച്ച് ഒഴിക്കേണ്ടത്. ഇപ്പോൾ ഇരുമ്പ് ചട്ടി നമ്മൾ എടുക്കുന്നതെന്ന് പറയുന്നത് അയൺ കണ്ടന്റ് നല്ല രീതിയിൽ ലഭിക്കാനും അതുപോലെ മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനായിട്ടും ഏറെ ഗുണകരമാകും. മുടിക്കൊരു കളർ നൽകാൻ വേണ്ടിയും സഹായകരമാകുന്നതാണ്. ഇത് അരിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കുക. എന്നിട്ട് ചെറു ചൂടോട് കൂടിയിട്ടാണ് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസുകളും ഇതിനകത്തേക്ക് ചേർക്കേണ്ടത്. 4 സ്പൂൺ അളവായിട്ടുള്ള മൈലാഞ്ചിയുടെ പൊടി ഇടുക. 3 സ്പൂൺ അളവായിട്ടുള്ള നെല്ലിക്കയുടെ പൊടി ഇടുക. ബീട്രൂട്ട് 2.5 സ്പൂൺ അളവാണ് ഇടേണ്ടത്. കരിഞ്ജീരകം ഒന്ന് പൊടിച്ചതിന് ശേഷം അതിൽ നിന്നും 2 സ്പൂൺ അളവായിട്ടുള്ള കരിഞ്ജീരകത്തിന്റെ പൊടിയാണ് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത്. ഈ കോഫി പൗഡർ 1 സ്പൂൺ അളവായിട്ടുള്ള കോഫി പൗഡർ കൂടി ചേർക്കുക. ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒരു കുഴമ്പ് രൂപത്തിലാക്കുക. എന്നിട്ട് ഇതിൽ നിന്നും കുറച്ച് നമ്മൾ ചെറിയൊരു അയൺ പാത്രത്തിൽ, ചെറിയൊരു ഇരുമ്പ് ചട്ടിനകത്തേക്ക് മാറ്റുകയാണ്. അത് നമുക്ക് നാളത്തേക്ക് ഈ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ്. നാളത്തേക്ക് ഇത് നമ്മൾ തലയിൽ തേച്ചിട്ട് എങ്ങനെയാണ് എഫക്റ്റ് വരുന്നതെന്ന് കാണിക്കാനാണ്. ബാക്കിയുള്ളത് ഈ ഒരു വലിയ ഇരുമ്പ് ചട്ടിയിൽ തന്നെ നല്ല രീതിയിൽ എല്ലായിടത്തും ആകുന്നത് പോലെ നമ്മൾ തേച്ച് കൊടുക്കുക. ഇത് നമ്മൾ ഉണക്കിയെടുക്കേണ്ടതാണ്. വെയിലത്ത് വെച്ച് ഒരു 3-4 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കേണ്ടതാണ്. ഇത് നമുക്ക് പൊടിച്ചിട്ട് സൂക്ഷിച്ച് വെക്കാൻ
ചേർക്കാൻ കഴിയുന്നതാണ്. നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഓരോ തവണ നമുക്ക് ഡൈ ചെയ്യുന്ന സമയത്ത് ഇത് ഉപയോഗിച്ചാൽ മതി. ഇത്രയും എല്ലാ തവണയും ഇതേപോലത്തുള്ള പ്രിപ്പറേഷൻസ് ചെയ്യണം എന്നില്ല. ഇങ്ങനെ കുറച്ചധികമായിട്ട് നമ്മൾ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യാനുസരണം നമുക്കിത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. നമ്മൾ ഹെയർ ഡൈ ചെയ്യുന്ന ദിവസം അതിൻ്റെ തലേ ദിവസം തന്നെ മുടിയൊക്കെ നല്ല രീതിയിൽ ഷാമ്പൂ ഇട്ട് കഴുകി ക്ലീൻ ആയിരിക്കണം. എന്നിട്ട് അതിനകത്തേക്കാണ് നമുക്ക് ഈ ഒരു ഡൈ നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. പിറ്റേ ദിവസം രാവിലെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഡൈക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിൻ്റെ ആ ഒരു കണ്ടോ ചുറ്റിനുമായിട്ട് നല്ല ബ്ലാക്കിഷ് കളറായിട്ടുള്ള രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് മുടിയിൽ നമുക്ക് ഓരോ ഭാഗം നമുക്ക് കൂടുതൽ നമുക്ക് ഈ ഒരു വൈറ്റിഷ് കളർ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ നമുക്ക് തേച്ച് കൊടുക്കാം. കെമിക്കൽ ഡൈസ് ഒക്കെ തന്നെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആളാണ്. എന്നാൽ ഈ ഒരു മുടിയിൽ നമുക്ക് എത്രത്തോളം മാറ്റം വരുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും മുടിയൊക്കെ കൂടുതലായിട്ടുള്ള ഓരോ ഭാഗങ്ങളിലും നമുക്ക് ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഡൈ നമുക്ക് തേച്ച് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ഫുള്ളായിട്ടുള്ള രീതിയിൽ തേച്ച് കൊടുത്ത് ഏകദേശം 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അതിനുശേഷം ഇത് കഴുകി കളയാവുന്നതാണ്. ഇങ്ങനെ ഞാൻ പിറ്റേ ദിവസം കാണിക്കുന്നതാണ്. ഇതുപോലെ നമ്മുടെ ഹെയർ ഡൈ യൂസ് ചെയ്തിട്ട് ഇതുപോലെയാണ് മുടി വന്നിട്ടുള്ളത്. എല്ലാം ഒരു ഓറഞ്ച് കളറായിട്ടുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലാണ് നമുക്കിനി അടുത്ത കൂട്ട് നമ്മൾ ചേർക്കേണ്ടത്. ഇതിനകത്തേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഇൻഡിഗോ പൗഡറാണ്. ഈ ഇൻഡിഗോ പൗഡർ നമ്മുടെ മുടീനെ നല്ല രീതിയിൽ തന്നെ ബ്ലാക്കിഷ് ആക്കാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നതാണ്. ഇത് ഏകദേശം 50 ഗ്രാം അളവായിട്ടുള്ള ഇൻഡിഗോ പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ ആ ഒരു എഫക്റ്റ് കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, ബ്ലാക്കിഷ് കളർ നല്ല രീതിയിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ചെറു ചൂടുവെള്ളമാണ് ഇത് ആക്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഒഴിക്കുന്നത്. ഇത് ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് വരെ ഞാൻ അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 15 മിനിറ്റിന് ശേഷം കാണുന്നതാണ് ഈ ഒരു രീതിയിലാണ് കാണുന്നത്. നല്ല രീതിയിൽ തന്നെ ബ്ലാക്ക് കളർ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മുടിയിൽ നമുക്ക് തേച്ച് കൊടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ആ ഓറഞ്ച് കളർ കാണുന്ന ഭാഗങ്ങളിലൊക്കെ കൂടുതലായിട്ടും അപ്ലൈ ചെയ്തിട്ട് ഏകദേശം ഒരു 2 മണിക്കൂർ ഇരിക്കാൻ കഴിയുകയാണെങ്കിൽ നല്ലതാണ്. എന്നാൽ 1 മണിക്കൂറെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. ഞാൻ കാണിക്കുന്നത് 1 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ്. ഇപ്പോൾ കാണുമ്പോൾ ഏകദേശം ഒരു 90% ആ ഒരു മുടീനെ നമുക്ക് മാക്സിമം ഒരു നാച്ചുറൽ ഡൈ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ബ്ലാക്ക് ആക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ഒരു തവണ ചെയ്യുന്നു എന്നുള്ളതല്ല, കെമിക്കൽ ഡൈ യൂസ് ചെയ്യുന്ന ഒരാളിലാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ യൂസ് ചെയ്ത് പോരുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത 2 ആഴ്ച കൂടുമ്പോഴോ 3 ആഴ്ച കൂടുമ്പോഴോ നിങ്ങൾക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്ത് പോരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കെമിക്കൽ ഡൈസിൻ്റെ ആവശ്യകത ഇല്ലാതെ തന്നെ ഈ ഒരു നാച്ചുറൽ ഡൈ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇറിറ്റേഷൻസോ അലർജിയോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസുകളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ പറയുന്നത് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഏകദേശം ഒരു 3 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയ ഒരു രീതിയാണിത്. ഇത് നമ്മൾ ഒരു മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഒരു ചെറിയ ഗ്ലാസ് കണ്ടെയ്നറിനകത്തേക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. ആവശ്യാനുസരണം നമുക്കിത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ ഒരു പൊടി നമ്മൾ എടുക്കുന്ന സമയത്ത് ഒന്നും കൂടി ഒന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം ഇല്ലെങ്കിൽ നമ്മൾ മുടിയിൽ നമ്മൾ കൂടുതൽ നമ്മൾ 2 മണിക്കൂറൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇപ്പം മറ്റ് വലിയ പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ മുടിയിൽ നിന്ന് പോകാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും കൂടി ഒന്ന് അരിച്ചെടുക്കുക. ഞാൻ അതൊന്ന് ആദ്യം മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്താണ്. വീണ്ടും ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഇരുമ്പ് ചട്ടിയിൽ തലേ ദിവസം കുറച്ച് തൈരോ ഇല്ലെങ്കിൽ മുട്ടയുടെ വെള്ളം നിങ്ങൾക്ക് ചേർക്കാം. സാധാരണ വെള്ളമാണെന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളം ചേർക്കാം. നെല്ലിക്കയുടെ ജ്യൂസ് ഉണ്ടെങ്കിൽ നെല്ലിക്കയുടെ ജ്യൂസും ഇതുപോലെ തന്നെ നമുക്ക് ഒഴിച്ചു വെക്കാവുന്നതാണ്. എന്നിട്ട് ഇത് അടച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുക. ഡൈ ചെയ്യുന്ന ദിവസം നമ്മൾ എടുക്കുക. ആ ഒരു സമയത്ത് നല്ല ബ്ലാക്കിഷ് കളർ ലഭിക്കുന്നതാണ് മുടിക്കൊക്കെ തന്നെ. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. എപ്പോഴും നിങ്ങൾ ഹൈ എക്സ്പെക്ടേഷൻസ് ഒന്നും വെക്കരുത്. കെമിക്കൽ ഡൈസിന് കിട്ടുന്ന അതേ എഫക്റ്റ് തന്നെ ഈ ഒരു നാച്ചുറൽ ഹെയർ ഡൈക്കും കിട്ടണം എന്ന് വിചാരിക്കരുത്. ഓരോ മുടിയുടെ പ്രകൃതവും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരിലും ഈ ഒരു കൂട്ട് എത്രത്തോളമാണ് ഫലിക്കുന്നത് എന്നുള്ളത് നമുക്ക് ചെയ്ത് നോക്കി 2-3 തവണ നിങ്ങൾ ഇത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നല്ല വ്യത്യാസങ്ങൾ മനസ്സിലാകുന്നത്. ഒറ്റ തവണ യൂസ് ചെയ്യുന്നത് കൊണ്ട് കെമിക്കൽ ഡൈ യൂസ് ചെയ്യുന്ന അതേ എഫക്റ്റ് തന്നെ നമുക്ക് ലഭിക്കണം എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഏകദേശം 90% നമുക്ക് ആ ഒരു മുടി ബ്ലാക്ക് ആക്കാൻ വേണ്ടി കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. അടുത്തൊരു വിഷയവുമായിട്ട് നമുക്ക് കാണാം. നന്ദി.